വെൽക്കം ടു മലയാളി ക്ലാസ്. നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കേരള സ്റ്റേറ്റ് സിലബസ് ഫോളോ ചെയ്തുകൊണ്ടുള്ള 10ാം ക്ലാസ്സുകാരുടെ മാത്സ് സബ്ജക്റ്റ് ആണ്. അതിൽ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള അരിത്മെറ്റിക് പ്രോഗ്രഷൻ അഥവാ സമാന്തര ശ്രേണി എന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. 10ാം ക്ലാസ്സിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. കുറച്ച് ഡെഫിനിഷൻസ്, 3-4 ഡെഫിനിഷൻസ് കറക്റ്റ് ആയിട്ട് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചാപ്റ്റർ ഈസി ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ചാപ്റ്ററിലേക്ക് കിടക്കാം. അരിത്മെറ്റിക് പ്രോഗ്രഷൻ അല്ലെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ സീക്വൻസ് എന്താണ് അല്ലെങ്കിൽ ശ്രേണി എന്താണെന്നാണ് ആദ്യം അറിയേണ്ടത്. അപ്പോൾ നമുക്കത് ജസ്റ്റ് നോക്കാം. ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് എഴുതിയിട്ടുണ്ട്. അതിന് ഞാനതിൻ്റെ ഡെഫിനിഷൻ പറയാം. ഡെഫിനിഷൻ അല്ല, അതൊരു റൂളാണ്. അതായത് ഒരു റൂൾ ബേസ് ചെയ്തുകൊണ്ട് എഴുതുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് സീക്വൻസ് അല്ലെങ്കിൽ സമാന്തര സീക്വൻസ് അല്ലെങ്കിൽ ശ്രേണി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. 2, 4, 6, 8. അപ്പൊ അതിൽ എന്താണ് അടുത്ത നമ്പർ എന്തായിരിക്കും? 10, 12 അങ്ങനെ ആയിരിക്കൂലേ? അതെന്താണ്? ഈവൺ നമ്പേഴ്സ് ആണ്. ഒരു റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. 2 ആഡ് ചെയ്ത് പോവാന്നുള്ള ഒരു റൂള് ഫോളോ ചെയ്തതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് നെക്സ്റ്റ് നമ്പേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സിനെയാണ് നമ്മൾ സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ആദ്യത്തേത് സീക്വൻസ് ആണ്. ഈ രണ്ടാമത്തേതിലേക്ക് നമുക്ക് നോക്കാം. സെക്കൻഡ് എക്സാമ്പിളിൽ നമുക്ക് 4, 8, 12, 16 അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇവിടെ എന്താണ് പ്രത്യേകത? 4 ആഡ് ചെയ്ത് പോവാണ്. അപ്പൊ എന്താ നമുക്ക് നെക്സ്റ്റ് നമ്പർ കിട്ടാൻ ജസ്റ്റ് 4 ആഡ് ചെയ്യുക. 16 + 4 20. നെക്സ്റ്റ് വരുന്നത് 24. അപ്പൊ എന്താ നമുക്ക് ഇവിടെ ഒരു റൂള് ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതെന്താണ്? ഒരു സീക്വൻസ് ആണ്. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. 2, 5, 6, 10, 12. ഇവിടെ നമുക്ക് കാണുന്ന അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. നമുക്ക് ജസ്റ്റ് അതിന്റെ ഡിഫറൻസ് ഒന്ന് എടുത്ത് നോക്കി നോക്കാം. അത് ഒരു റൂള് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ഇവിടെ എത്രയാണ് ഡിഫറൻസ് വരുന്നത്? +3. ഇവിടെയോ +1. ഇവിടെ +4. ഇവിടെയാണെങ്കിൽ +2. ഇവിടെ ഓരോ നമ്പേഴ്സിന്റെ ഇടയിലും പലതരത്തിലാണ് വേരിയേഷൻ വരുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്പറിന്റെ അവിടെ ഏത് നമ്പറാണ് ആഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏത് നമ്പറാണ് സബ്ട്രാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ നമുക്കൊരു റൂള് ഫോളോ ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് സീക്വൻസ് എന്ന് പറയാനായിട്ട് പറ്റില്ല. ഇതൊരു സീക്വൻസ് അല്ല. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. 3, 8, 13, 18. ഇത് പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷെ നമുക്ക് ജസ്റ്റ് ഇതിന്റെ ഡിഫറൻസ് എടുത്ത് നോക്കാം. 3 + 5, 8. 8 + 5, 13. 13 + 5, 18. അതായത് 5 ഡിഫറൻസ് വരുന്ന നമ്പേഴ്സ് ആണിത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്പേഴ്സ് കിട്ടണമെങ്കിൽ ജസ്റ്റ് 5 ആഡ് ചെയ്ത് നമ്മൾ നെക്സ്റ്റ് ഇതിൽ ഇനി അറിയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് സീക്വൻസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ നമ്പേഴ്സിനെയും നമ്മൾ ടേം അഥവാ പദം എന്നാണ് പറയുന്നത്. ഇവിടെ 2, 4, 6, 8 ഇതില് ഓരോ നമ്പേഴ്സിനെയാണ് നമ്മൾ ടേം അല്ലെങ്കിൽ പദം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇനി നമ്മളത് അതിന്റെ ഓരോ പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ ആ നമ്പറിങ് പറയുന്നത്. അതായത് ഫസ്റ്റ് ടേം, സെക്കൻഡ് ടേം, തേർഡ് ടേം, ഫോർത്ത് ടേം അങ്ങനെ. ആ കാര്യം കൂടി ഇതിൽ അറിഞ്ഞിരിക്കണം. ഇനി നമുക്ക് നെക്സ്റ്റ് ടെക്സ്റ്റിലെ എക്സാമ്പിൾസ് നോക്കാം. സ്ക്വയേഴ്സ് വെച്ചിട്ട് ചെയ്യുന്നതിന്റെ എക്സാമ്പിൾസ് നമുക്ക് നമ്മുടെ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. അതായത് കുറച്ച് സ്ക്വയേഴ്സ് തന്നിട്ടുണ്ട്. അതിന്റെ ഓരോന്നിനെയും സൈഡ്സ് തന്നിട്ടുണ്ട്. ഇനി ആ സൈഡ്സുകളുടെ ബേസിൽ നമ്മൾ ആദ്യത്തെ ഒരു സീക്വൻസ് ഫോം ചെയ്യാണ്. ഇനി 2-3 എക്സാമ്പിളുകളിൽ നമ്മൾ സീക്വൻസ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് നോക്കും. അത് കഴിഞ്ഞ് നമ്മൾ എക്സസൈസ് ആണ് നമ്മൾ നോക്കുന്നത് നമ്മുടെ ചാപ്റ്ററിൽ. അപ്പോൾ ആദ്യത്തെ ഇതില് നമുക്ക് സൈഡ്സ് തന്നിട്ടുണ്ട്. അതിന്റെ ബേസിൽ നമുക്ക് സീക്വൻസ് എഴുതാം. അപ്പൊ എങ്ങനെയായിരിക്കും വരാം? ആദ്യത്തെ ഇതിന്റെ 1, 2, 3, 4 സൈഡ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സീക്വൻസ് ആണ് നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ അതിന് എക്സിട്ര അടുത്തത് 5, 6 അങ്ങനെ വരും. ഇനി നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ഏരിയ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഈ സ്ക്വയേഴ്സിന്റെ ഒരു സീക്വൻസ് ഫോം ചെയ്യാണ്. അപ്പൊ ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? സ്ക്വയേഴ്സിന്റെ സൈഡ് ഇൻറ്റു സൈഡ്, അതായത് സൈഡ് സ്ക്വയർ അല്ലെ. അപ്പൊ നമുക്ക് ഓരോ സൈഡ് ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മള്. അപ്പൊ ആ സൈഡിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഏരിയ കണ്ടുപിടിക്കണം. 1 സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16 അങ്ങനെ. ഇതാണ് ഏരിയ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ എഴുതുന്ന നമ്മുടെ സീക്വൻസ്.
ഇനി നമുക്ക് നെക്സ്റ്റ് സീക്വൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്? പെരിമീറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള സീക്വൻസ് ആണ്. പെരിമീറ്റർ അഥവാ ചുറ്റളവ്. ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 4 × സൈഡ്. അപ്പോൾ നമ്മൾ അതിവിടെ എഴുതിയിട്ടുണ്ട് ഇക്വേഷൻ അറിയാത്തത് പഠിക്കുക. നമ്മൾ അതെന്തായാലും എല്ലാത്തിനും ആവശ്യം വരുന്നതാണ്. അപ്പോൾ 4 × സൈഡ് നമുക്ക് ഈ സൈഡുകളെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എഴുതുമ്പോൾ 4 × 1 4, 4 × 2 8, 4 × 3 12, 4 × 4 16 അങ്ങനെ. ഇനി അടുത്ത സീക്വൻസ് എന്ന് പറയുന്നത് ഡയഗണലിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ അടുത്ത സീക്വൻസ് എഴുതുന്നത്. ഡയഗണൽ സൈഡ് തന്നിട്ടുള്ള സ്ക്വയറിന്റെ ഡയഗണൽ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് സൈഡ് × √2. അതെല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇതിന്റെ സീക്വൻസ് എങ്ങനെയാണ് ഫോം ചെയ്തത്? സൈഡ് × √2, 1 × √2, 2 × √2, 3 × √2, 4 × √2. എങ്ങനെയായിരിക്കും നമ്മുടെ സീക്വൻസുകൾ ഫോം ചെയ്യുന്നത്? ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത എക്സാമ്പിളിൽ നമ്മൾ ഇതിന്റെ സൈഡുകൾ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ ബേസിലുള്ള സീക്വൻസുകളാണ് നമ്മൾ ഫോം ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഇതിൽ 1, 1.5, 2, 2.5 അങ്ങനെ ഹാഫ് വെച്ച് ഇൻക്രീസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് സൈഡുകൾ മാത്രം എടുത്ത് എഴുതിയിട്ടുണ്ട്. അതാണ് നമ്മുടെ ആദ്യത്തെ സീക്വൻസ്. ഇനി ഏരിയ ബേസ് ചെയ്തുകൊണ്ടുള്ള സീക്വൻസ് എങ്ങനെയായിരിക്കും എഴുതാം? എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായി കാണുന്ന വിചാരിക്കുക. എല്ലാവരും എഴുതി നോക്കുക. നമുക്കിവിടെ എഴുതാം. അതായത് സൈഡ് സ്ക്വയർ 1 സ്ക്വയർ 1, 1.5 സ്ക്വയർ. അതായത് 1.5 എന്നുള്ളത് ഒരു മിക്സഡ് ഫ്രാക്ഷൻ അല്ലെങ്കിൽ വിഷമ ഭിന്നത്തിലാണ് അത് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനെ ഫ്രാക്ഷൻ ആക്കി മാറ്റി അതിന് ചേഞ്ച് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. ചേഞ്ച് ചെയ്ത് നോക്കാം. 1.5 അതിനെങ്ങനെയാണ് മിക്സഡ് ഫ്രാക്ഷൻ ആക്കുക? 1 × 2 2 + 1 is equal to 3/2. ഇനി 3/2ന്റെ സ്ക്വയർ ആണ്. അപ്പോൾ 9/4. ഇതിപ്പോൾ ഫ്രാക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്. നമുക്കതിനെ മിക്സഡ് ഫ്രാക്ഷൻ ആക്കിയിട്ട് വേണം എഴുതാനായിട്ട്. അപ്പോൾ അല്ലെങ്കിൽ വിഷമഭിന്നമാക്കിയിട്ട് വേണം എഴുതാൻ. അപ്പോൾ 9/4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2 8 റിമൈൻഡർ 1. അപ്പോൾ 2n 1/4 എന്ന് വരും. അത് നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. നെക്സ്റ്റ് 2 സ്ക്വയർ 4, 2.5 സ്ക്വയർ എത്ര നമുക്കിവിടെ നോക്കാം. 2.5 എന്ന് പറയുന്നത് 5/2 ആണ്. 2 × 2 4 + 1 5/2. അതിൻ്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 25 ഡിവൈഡഡ് ബൈ 4. നമുക്ക് അതിനെ ഡിവൈഡ് ചെയ്യാം. 25 ഡിവൈഡഡ് ബൈ 4 6 × 4 24 1 റിമൈൻഡർ 6n 1/4 എന്ന് വരും. അങ്ങനെ നമ്മുടെ നെക്സ്റ്റ് സീക്വൻസുകൾ നമുക്ക് എഴുതാം. നമ്മൾ ഇവിടെ മിക്സഡ് ഫ്രാക്ഷനിൽ തന്നെയാണ് ആൻസർ എഴുതുന്നത്. നമുക്ക് ഏതൊരു രൂപത്തിലാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ആ രൂപത്തിൽ നമുക്ക് എഴുതാം. ഫ്രാക്ഷനായിട്ട് എഴുതണമെങ്കിൽ അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ജസ്റ്റ് അടുത്തത് നോക്കാം. പെരിമീറ്റർ. പെരിമീറ്ററിന്റെ ഇക്വേഷൻ വരുന്നത് 4 × സൈഡ്. അപ്പോൾ 4 × 1 4, 4 × 1.5. 4 × 1.5 എന്ന് പറയുമ്പോൾ അതിന് ഇങ്ങനെ ചെയ്യാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഫ്രാക്ഷൻ ആക്കുന്നത്. അപ്പോൾ ഇവിടെ 1.5 എന്ന് പറയുന്നത് 3/2 ആണ്. അപ്പോൾ 4 × 3/2. 2ഉം 4ഉം കൂടി ക്യാൻസൽ ആയിട്ട് ഇവിടെ 2 വരും. 3 × 2 6. നെക്സ്റ്റ് 4 × 2 8. നെക്സ്റ്റ് 4 × 2.5. ദാറ്റ് ഈസ് 4 × 5/2. 5 × 2 10. അങ്ങനെയായിരിക്കും നമ്മുടെ ഈ സീക്വൻസ് വരുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഡയഗണൽ. ഡയഗണൽ കാണുമ്പോൾ എന്ത് ചെയ്യേണ്ടത്? × √2 വെച്ച് ചെയ്യണം. അപ്പോൾ 1 × √2. ഇതിൽ നമുക്ക് 3/2 എന്നുള്ള ഫ്രാക്ഷനും കൂടെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയാൽ മതി. സിംപ്ലിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ അത് കുറച്ചും കൂടി ഡിഫിക്കൽട്ടാവും. കാണുമ്പോൾ കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ളത് പോലെ തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ഫ്രാക്ഷൻ ആയിട്ട് തന്നെ എഴുതാം. 3/2 × √2 2√2. അടുത്തത് 2.5 വരുമ്പോൾ 5/2 √2. ഓക്കെ, അതെല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ എക്സസൈസുകളും കൂടി നമുക്ക് നോക്കാം. എങ്ങനെയാണ് ഓരോ സീക്വൻസുകൾ ഫോം ചെയ്യാന്നുള്ളത്. അപ്പോൾ സീക്വൻസ് എന്നുള്ള സെക്ഷൻ എല്ലാവർക്കും കംപ്ലീറ്റ് മനസ്സിലാവും. അപ്പം നമുക്ക് നമ്മുടെ എക്സസൈസ് സ്റ്റാർട്ട്. നമുക്ക് നമ്മുടെ ആദ്യത്തെ എക്സസൈസ് നോക്കാം.
ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റെഗുലർ പോളിഗൺസിനെ ബേസ് ചെയ്തുകൊണ്ട്, അതായത് നമ്മുടെ നോർമലി ഉള്ള റെഗുലർ പോളിഗൺസ്, അതായത് ജ്യാമിതീയ രൂപങ്ങൾ എന്ന് പറയും, അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ്, അതിന്റെ ഇന്നർ ആംഗിൾ, ഔട്ടർ ആംഗിൾ, ഇതിന്റെയൊക്കെ ബേസിൽ സീക്വൻസസുകൾ എങ്ങനെ ഫോം ചെയ്യാന്നുള്ളത് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്. നമ്മൾ എന്താണ് റെഗുലർ പോളിഗന്റെ പ്രത്യേകത? റെഗുലർ പോളിഗന്റെ എല്ലാ സൈഡ്സും ഈക്വൽ ആയിരിക്കും, അതുപോലെ എല്ലാ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതാണ് റെഗുലർ പോളിഗന്റെ പ്രത്യേകത. അതറിഞ്ഞാലാണ് നമുക്കിത് കറക്റ്റ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യത്തെ നമ്മുടെ റെഗുലർ പോളിഗൺ എപ്പോഴും സ്റ്റാർട്ട് ചെയ്യുന്നത് ട്രയാങ്കിൾ ആയിരിക്കും അല്ലെ? ട്രയാങ്കിൾ വെച്ചിട്ടല്ലേ നമുക്ക് ആദ്യത്തെ റെഗുലർ പോളിഗൺ കിട്ടുള്ളൂ. അപ്പോൾ ആദ്യത്തെ ട്രയാങ്കിൾ വെച്ചിട്ടാകുമ്പോൾ അതിന്റെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 3. നെക്സ്റ്റ് 4. പിന്നെ അടുത്തത് വരുന്നത് ഏതായിരിക്കും? പെന്റഗൺ അല്ലെ? പഞ്ചഭുജം. അപ്പൊ 5 വശങ്ങളുണ്ടാവും. 5. then hexagon 6. അങ്ങനെയായിരിക്കും നമ്മുടെ റെഗുലർ പോളിഗൺസിന്റെ നമ്പർ ഓഫ് സൈഡ്സ് പോകുന്നുണ്ടാകാം. ഇനി നമുക്ക് സം ഓഫ് ഇന്നർ ആംഗിൾസ് കാണാം. എങ്ങനെയാണ് റെഗുലർ പോളിഗന്റെ ഇന്നർ ആംഗിൾസ് കണ്ടുപിടിക്കുന്നത്? സം ഓഫ് ഇന്നർ ആംഗിൾസ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമ്മൾ മുന്നുള്ള ക്ലാസ്സുകളിൽ എപ്പോഴെങ്കിലും പഠിച്ചിട്ടുണ്ടാവും. ട്രയാങ്കിളിന്റെ ഫുൾ ആംഗിൾസിന്റെ സം എന്നുള്ളത് 180 ഡിഗ്രി ആയിരിക്കുന്നത് അല്ലെ? അതുപോലെ ഒരു റെക്ടാങ്കിൾ അല്ലെങ്കിൽ ഒരു സ്ക്വയർ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള 4 കോണളവുകൾ എന്ന് പറയുന്നത് എത്രയാണ്? 4 ആംഗിൾസ്. എപ്പോഴും ഇത് എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും അല്ലെ? അപ്പൊ 90 into 4 സൈഡ് ഉണ്ടല്ലോ. അപ്പൊ 4 ആംഗിൾസ് വരുമ്പോൾ 90 into 4 വരുമ്പോൾ 360 വരും. അപ്പൊ അതിന്റെ ബേസിക് ഇക്വേഷൻ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 180 into എത്ര നമ്പർ ഓഫ് സൈഡ്സ് ഉണ്ടോ അതിൽ നിന്ന് 2 മൈനസ് ചെയ്യാം, അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് നമ്പർ ഓഫ് സൈഡ്സ് -2. ഇതാണ് നമ്മുടെ ആംഗിൾസ് കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ 180 into നമ്പർ ഓഫ് സൈഡ്സ് -2. ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആംഗിൾസ് കണ്ടുപിടിക്കാം. അപ്പോൾ 180 ആദ്യത്തേതായിരുന്നു പറയാം 180 into 3 - 2 അല്ലെ? അപ്പോൾ 180 into 1 എന്ന് വരും. അപ്പോൾ 180. നെക്സ്റ്റ് വരുമ്പോൾ 180 into 2 360. 4 - 2 2. 2 into 180 360. അടുത്തത് 180 into 3 540. അടുത്തത് വരുമ്പോൾ 180 into 4 720. 180 into 4 720. അങ്ങനെ അതാണ് നമ്മുടെ സം ഓഫ് ഇന്നർ ആംഗിൾസ്. ഈ ഇക്വേഷൻ എപ്പോഴും ഓർത്തിരിക്കുക. പിന്നീടുള്ള എക്സാമുകൾക്കായാലും നിങ്ങൾക്ക് ആവശ്യം വരുന്നതായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഓർത്തിരിക്കുക 180 into നമ്പർ ഓഫ് സൈഡ്സ് -2. ഇനി അടുത്തത് വരുന്നത് സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഏതൊരു റെഗുലർ പോളിഗന്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾസ്, ബാഹ്യ കോണുകളുടെ അളവുകളുടെ തുക, അത് എപ്പോഴും എത്രയായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. എല്ലാ റെഗുലർ പോളിഗണും അത് ഈക്വൽ ആയിരിക്കും. നമ്മൾ അതിന് സീക്വൻസ് ചെയ്തുമ്പോൾ എങ്ങനെ എഴുതാം? എല്ലാത്തിനും 360 തന്നെ. എല്ലാത്തിനും റെഗുലർ പോളിഗൺസിന്റെ സം എന്ന് പറയുന്നത് എന്തിനായിരിക്കും? 360 ഡിഗ്രി ആയിരിക്കും. ഇനി നമ്മൾ ഇത്രയും കണ്ടുപിടിച്ചു. ഇനി സം ഓഫ് ഇന്നർ ആംഗിൾ നമുക്കറിയാം. അതിൽ നിന്ന് 1 ഓഫ് ഇന്നർ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കാം? എത്രയാണോ നമുക്ക് കിട്ടിയിരിക്കുന്ന സം അതിനെ ആ കറസ്പോണ്ടിങ് നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ? അപ്പോൾ 180 by 360. ഇവിടെയാണെങ്കിലോ 360 divided by 4 90. 540 divided by 5 108. 720 divided by 6 120. എന്ത് ചെയ്താൽ മതി? നമുക്ക് ഇന്നർ ആംഗിൾ കിട്ടിയിട്ടുണ്ട്, നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്നും 1 ഓഫ് ദി ഇന്നർ ആംഗിൾ കണ്ടുപിടിക്കാൻ ടോട്ടൽ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്താൽ മതി. അത് സിമ്പിൾ ആണ്. 1 ഓഫ് ഔട്ടർ ആംഗിൾ കണ്ടുപിടിക്കാനോ നമുക്ക് ഔട്ടർ ആംഗിൾസ് കിട്ടിയിട്ടുണ്ട് അല്ലെ? 360 അടിച്ച് ഓരോന്നിനെയും കറസ്പോണ്ടിങ് നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ആദ്യത്തേത് 3 സൈഡ് ഉള്ളത് 360 divided by 3 ചെയ്യണം. പിന്നത്തെ ആണെങ്കിലോ 360 divided by 4 ചെയ്യണം. അപ്പൊ ആദ്യത്തെ 360 divided by 3 ചെയ്യുമ്പോൾ എത്ര വരും? 120. 360 divided by 4 90. 360 divided by 5 72. അങ്ങനെയായിരിക്കും നമ്മുടെ സീക്വൻസുകൾ റെഗുലർ പോളിഗന്റെ ബേസിൽ നമ്മൾ ഫോം ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ആദ്യത്തെ എക്സസൈസ്.
എല്ലാവരും നല്ലോണം ശ്രദ്ധിക്കുക. ഇക്വേഷൻസ് പ്രത്യേകിച്ച് നോട്ട് ചെയ്യുക. 180 into number of sides minus 2 എന്നുള്ളതൊക്കെ അത് നമ്മൾ പേജ് നമ്പർ 10 സെക്കൻഡ് എക്സസൈസ് ആണ് നമ്മൾ ഇനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അപ്പം അതിൽ ഇങ്ങനെ ഒരു പിക്ചർ തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് ഇനി വരുന്ന 3 ട്രയാങ്കിൾസിന് ഇനി വരയ്ക്കാൻ പോകുന്ന 3 ട്രയാങ്കിൾസിന് എത്ര ഡോട്ട്സുകളാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരിക, അതാണ് പിന്നത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കണം. അത് കണ്ടുപിടിച്ചാലാണ് നമുക്ക് നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് എങ്ങനെ വരാന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. ആദ്യത്തെ ട്രയാങ്കിൾസ് നോക്കാം. ഇതിൽ എത്ര ഡോട്ട്സ് ഉണ്ട്? 1 2 3. ഇവിടെയോ 1 2 3. തേർഡ് റോയില് 3 ആഡ് ചെയ്തു വന്നു അല്ലേ. ആദ്യത്തെ റോയില് 1, സെക്കൻഡ് റോയില് 2, തേർഡ് റോയില് എത്ര ഡോട്ട്സ് ഉണ്ട്? 1 2 3 അല്ലേ. അപ്പൊ ഇതിന്റെ കൂടെ 3 കൂടി ആഡ് ചെയ്തു വന്നു, അപ്പൊ 6. ഇവിടെ വന്നപ്പോഴോ ഫോർത്ത് റോയും കൂടി ആഡ് ചെയ്തു വന്നു. ഫോർത്ത് റോയില് 4 ഡോട്ട്സ് വന്നു. അപ്പൊ എന്താണ് ഓൾറെഡി 6 ഡോട്ട്സ് ഇവിടെ ഉണ്ട്. പിന്നെ ഫോർത്ത് റോയില് 4 ഡോട്ട്സും കൂടി ആഡ് ചെയ്തു. 6 + 4 10 അല്ലേ. അപ്പൊ നമുക്ക് ഇത് കാണുമ്പോൾ എന്തറിയാം, അടുത്തതിന്റെ ഒരു പാറ്റേൺ നമുക്ക് മനസ്സിലാവും. അതെന്തായിരിക്കും? ഫിഫ്ത്ത് റോയില് 5 ഡോട്ട്സ് അല്ലേ, അങ്ങനെയല്ലേ വരാം. ഫിഫ്ത്ത് റോയില് 5 ഡോട്ട്സ് വരും. സിക്സ്ത്തിലാണെങ്കിൽ 6 ഡോട്ട്സ് വരും. അങ്ങനെയാണ് ഇൻക്രീസ് ചെയ്ത് പോകുന്നത്. അപ്പൊ ഇതിലൊരു സീക്വൻസ് ഇതാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 3 6 10. നെക്സ്റ്റ് റോയിൽ അപ്പോൾ എത്ര വരും? നമുക്കിവിടെ ജസ്റ്റ് അസ്യൂം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 1 2 3 4 5 അങ്ങനെ 5 എണ്ണം കൂടി ആഡ് ചെയ്ത് വരും. അതായത് ഫിഫ്ത്ത് റോയിൽ 5 ഡോട്ട്സ് ആഡ് ചെയ്യും. 10 + 5 15 അല്ലേ. ഇവിടെ 4 റോ വന്നു. 4 റോയിൽ നമുക്ക് 10 ഡോട്ട്സ് കിട്ടി. ഫിഫ്ത്ത് റോയും കൂടി ആഡ് ചെയ്തപ്പോൾ 5 ഡോട്ട്സും കൂടി അതിൽ ആഡ് ചെയ്യേണ്ടി വന്നു. സോ 15 എന്നുള്ളത് കിട്ടും. സിക്സ്ത് റോയില് അപ്പോൾ എത്ര കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവും? 6 ഡോട്ട്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ 15 + 6 21 വരും. നെക്സ്റ്റ് സെവൻത്ത് റോയിലോ 21 + 7 28. മനസ്സിലായോ? അതായത് 3 + 3 ഇവിടെ ആകുമ്പോൾ +4, ഇവിടെ +5 +6 +7 ഒരു നമ്പർ വെച്ച് ഇൻക്രീസ് ചെയ്ത് കൂടുതൽ അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഇതാണ് നമുക്ക് കിട്ടുന്ന സീക്വൻസ്. അപ്പൊ നെക്സ്റ്റ് 3 ട്രയാങ്കിൾസിന് ഫോം ചെയ്യാനായിട്ട് വേണ്ട ഡോട്ട്സുകൾ എത്രയായിരിക്കും? 15 21 28. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടി ചെക്ക് ചെയ്യാം. ഡൗട്ട് ഉള്ളവര് ഇതുപോലെ ട്രയാങ്കിൾസ് ഒന്നും കൂടി വരച്ച് നോക്കുക. ഒരു റോയും കൂടി താഴെ വരച്ച് നോക്കുക, എന്നിട്ട് കൗണ്ട് ചെയ്ത് നോക്കുക. അപ്പൊ ആ റിലേഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാവും. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് എക്സസൈസ് നോക്കാം. നമ്മുടെ പേജ് നമ്പർ 11 തേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Write down the sequence of natural numbers leaving remainder 1 on division by 3 and the sequence of natural numbers leaving remainder 2 on division by 3. അങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ചോദിച്ചിരിക്കുന്നത് എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിന്റെ സീക്വൻസ്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 റിമൈൻഡർ വരുന്ന നമ്പേഴ്സിന്റെ സീക്വൻസ് ആണ് നമുക്ക് എഴുതുന്നത്. അപ്പൊ അതിൽ ആദ്യത്തെ നമ്പർ ഏതായിരിക്കും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരുന്ന ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 1 തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ 1 ഈ നമുക്ക് അടുത്ത സീക്വൻസിൽ ബാക്കി നമ്പേഴ്സ് കിട്ടണമെങ്കിൽ 3 ആഡ് ചെയ്ത് പോയാൽ മതി. കാരണം അങ്ങനെ വരുമ്പോൾ ആ നമ്പേഴ്സിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും 1 തന്നെയായിരിക്കും റിമൈൻഡർ. അപ്പോൾ 1 + 3 4, 4 + 3 7, 7 + 3 10 അങ്ങനെ. ഇതാണ് ലീവിംഗ് റിമൈൻഡർ 1. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ലീവിംഗ് റിമൈൻഡർ 1 വരുന്നത്. ഇനി 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 2 കിട്ടുന്ന നമ്പേഴ്സ് എന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2 നിന്നായിരിക്കും. അപ്പോൾ എങ്ങനെ വരും? 2 2 + 3 5, 5 + 3 8, 8 + 3 11 അങ്ങനെ പോകും. അപ്പോൾ അതാണ് നമ്മുടെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴുള്ള സീക്വൻസുകൾ രണ്ടെണ്ണം, ഇത് രണ്ടെണ്ണം വരുന്നത്. ഇത് തേർഡ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ പേജ് നമ്പർ 11. ഇനി നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. Write down the sequence of natural numbers ending in 1 or 6 and describe it in 2 other ways. 1 6 അവസാനിക്കുന്ന ഒരു സീക്വൻസ് നമ്പേഴ്സിന്റെ നാച്ചുറൽ നമ്പേഴ്സിന്റെ സീക്വൻസ് ഫോം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ എങ്ങനെയായിരിക്കും 1-ലോ 6-ലോ മതി. അപ്പോൾ എങ്ങനെ എഴുതാം? 1 6 11 16 21 26 അങ്ങനെ അല്ലേ? ഇതായിരിക്കും നമ്മുടെ സീക്വൻസ് ഫോം ചെയ്യുന്നത്. ഇത് നമുക്ക് ഇതിനെ വേറെ 2 രീതിയിലും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് വേറൊരു രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യത്തെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ് കോമൺ ഡിഫറൻസ്? 5 ആണ്. ഓരോ നമ്പേഴ്സിന്റെയും ഇടയിലുള്ള കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് 1 ആൻഡ് 5 as a common difference എന്നുള്ളത് എഴുതാം. Sequence starting with 1. Starting with 1 and common difference 5. Common difference എത്രയായിരിക്കും? 5 ആയിട്ടുള്ള ഒരു സീക്വൻസ് ആണ് ഇത്. ഇനി രണ്ടാമത് എങ്ങനെ എഴുതാം? രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? ഈ നമ്പേഴ്സിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലേ? കാരണം 5 + 1 6 10 + 1 11. അതായത് നമ്മുടെ കറക്റ്റ് ആയിട്ട് പോകുന്നതിനേക്കാളും ഒന്ന് കൂട്ടി എഴുതിയാൽ മതി. അപ്പോൾ ഇതെന്താണ്? അങ്ങനെയും കൂടി എഴുതാം. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് when divided by 5 getting a remainder 1. അതും കൂടി ഒരു മെത്തേഡായിട്ട് ഇതിൽ എഴുതാം. Natural numbers starting with 1 leaves remainder 1 when divided by 5. ഇങ്ങനെയാണ് നമ്മൾ വേറെ 2 രീതികളിൽ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റുക. നമുക്ക് നമ്മുടെ 5th എക്സസൈസ് കൂടി നോക്കാം. 5th ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, എ ടാങ്ക് കണ്ടെയ്ൻസ് 1000 liters of water and it flows out at the rate of 5 liters per second. അതായത് ഒരു ടാങ്കിൽ 1000 ലിറ്റർ ഓഫ് വാട്ടർ ഉണ്ട്. അതിൽ ഓരോ സെക്കൻഡിലും 5 ലിറ്റർ വെച്ച് നഷ്ടപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ സീക്വൻസ് എങ്ങനെയായിരിക്കും ഫോം ചെയ്യാന്നുള്ളതാണ്. അതായത് ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിലുള്ള എത്രത്തോളം വാട്ടർ ഉണ്ടെന്നുള്ളതിൻ്റെ ആ ഒരു ബേസിലാണ് നമ്മൾ സീക്വൻസ് ഫോം ചെയ്യുന്നത്. ഒരു ടാങ്ക്, ആ ടാങ്കിൽ 1000 liters ഓഫ് വാട്ടർ ഉണ്ട്. ഓരോ 5 സെക്കൻഡിലും അതിൽ നിന്ന് എത്രയാവും? 5 ലിറ്റർ കുറയും അല്ലേ? അപ്പോൾ ആദ്യത്തെ സെക്കൻഡ് കഴിയുമ്പോൾ 995 ആവും. ഇന്നത്തെ സെക്കൻഡിലോ 990 ആവും. ഇന്നത്തേതിലോ 985 ആവും. അങ്ങനെ ആ ടാങ്കിലെ അളവ് കുറഞ്ഞു വരും. ഇതാണ് നമുക്ക് സീക്വൻസ് ആയിട്ട് എഴുതേണ്ടത്. അപ്പോൾ ജസ്റ്റ് അത് -5 എന്ന് പറഞ്ഞ് നമുക്ക് ചെയ്താൽ മതി. അതായത് 1000 അതിൽ നിന്ന് 5 കുറച്ച് കഴിഞ്ഞാണെങ്കിൽ 995, നെക്സ്റ്റ് 990, നെക്സ്റ്റ് 985, അങ്ങനെ പോകും. ഇതാണ് നമ്മുടെ 5th ക്വസ്റ്റ്യനിൽ നമുക്ക് വരുന്ന സീക്വൻസ് ഇങ്ങനെയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എക്സസൈസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഈ സെക്ഷൻ നമ്മളിപ്പോൾ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് എങ്ങനെയാണ് ഓൾജിബ്ര ഫോം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം, കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാം. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയാം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം.